മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണ 46 MLA-മാർ KCയെ പിന്തുണച്ചപ്പോൾ 8 MLA-മാർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. വെറും 6 MLA-മാർ മാത്രമാണ് VD സതീശനെ പിന്തുണച്ചത്. വൈകിട്ട് ഘടകകക്ഷി നേതാക്കളുമായി AICC നിരീക്ഷകർ ചർച്ച നടത്തും. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയതായി സണ്ണി ജോസഫ് പറഞ്ഞു. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, സർവത്ര ആശയക്കുഴപ്പം നിഴലിക്കുകയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ MLA-മാരുടെ പിന്തുണ KCക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓരോ MLA-യും പ്രത്യേകം അഭിപ്രായം ചോദിക്കുന്ന തരത്തിലേക്കാണ് നേരത്തെ നിരീക്ഷകർ കടന്നിരുന്നത്. ഇപ്പോൾ ഏത് രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ MLA-മാരോടുള്ള ഒരു ചോദ്യങ്ങൾ അത് നിരീക്ഷകർ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഘടകകക്ഷി നേതാക്കളുമായാണ് നിരീക്ഷകർ സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അത് അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇതിനായി മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷി നേതാക്കളെ ഒപ്പം തന്നെ മറ്റു ഘടകകക്ഷി നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ ആ സ്വകാര്യ ഹോട്ടലിലേക്ക് നിരീക്ഷകർ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ VD സതീശനോടൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നിരീക്ഷകർക്ക് മുന്നിൽ 46 MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. 6 MLA-മാർ മാത്രമാണ് VD സതീശനെ പിന്തുണച്ചത്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചതാകട്ടെ 8 MLA-മാർ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഒരു ഘടകം മാത്രമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് AICC പ്രസിഡൻ്റായിരിക്കും ഇതിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് നമുക്ക് ഇപ്പോൾ അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. ഇത് ഞായറാഴ്ചയോടുകൂടി ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 പേരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കം പിടിക്കുന്ന KC വേണുഗോപാൽ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ള 3 പേരെയും ഒപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയുമാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ ഒരു നിരീക്ഷകരുടെ പ്രത്യേകിച്ച് ഇന്ന് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും ഡൽഹിയിൽ അന്തിമമായ ഒരു ചർച്ച നടക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ AICC അധ്യക്ഷൻ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ഘടകം മാത്രമായാണ് മാറുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നിരീക്ഷകർക്ക് മുന്നിൽ MLA-മാർ പറഞ്ഞ നിലപാടുകൾ അതിൻ്റെ ഒരു പ്രധാന ഘടകമായി മാറും. പക്ഷേ ആരാണ് എന്ന് ഈ മുഖ്യമന്ത്രിയാകുക എന്ന തരത്തിൽ ഒരു ചർച്ചയിലേക്ക് പോലും KPCC നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്.